ജൈവ അജൈവ മാലിന്യങ്ങളുടെ നിക്ഷേപ കേന്ദ്രമായി മാറുകയാണ് വണ്ടൻപതാൽ തേക്കുംകൂപ്പ്. മുണ്ടക്കയം കോഴത്തോട് റോഡിൽ വണ്ടൻപതാൽ വനം വകുപ്പ് ഓഫീസ് മുതൽ പനക്കച്ചിറ വരെയുള്ള തേക്കിൻകൂപ്പ് ഭാഗത്തെ പല പ്രദേശങ്ങളിലും മാലിന്യ നിക്ഷേപം വ്യാപകമായിരിക്കുകയാണ്. രാത്രികാലങ്ങളിൽ വാഹനങ്ങളിൽ കൊണ്ടുവന്നാണ് വനമേഖലയിൽ വ്യാപകമായി മാലിന്യം നിക്ഷേപിക്കുന്നത്. കൂടാതെ തീർത്ഥാടകർ അടക്കം പോകുന്ന യാത്രക്കാരും പ്ലാസ്റ്റിക്കും ഭക്ഷണ അവശിഷ്ടങ്ങളടക്കം വ്യാപകമായി വനത്തിലേക്ക് തള്ളുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലെയും തട്ടുകടകളിലെയും ഭക്ഷണ അവശിഷ്ടങ്ങളും വീടുകളിലെ പ്ലാസ്റ്റിക്, സ്നഗ്ഗി അടക്കമുള്ള മാലിന്യങ്ങളും ചാക്കിൽ കെട്ടി വലിയ തോതിലാണ് റോഡിന്റെ വശങ്ങളിൽ തള്ളിയിരിക്കുന്നത്. വനം വകുപ്പ് ഓഫീസ് മുതൽ പഴയ പനക്കച്ചിറ വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വൻതോതിലാണ് മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞിരിക്കുന്നത്. ശബരിമല തീർത്ഥാടന കാലം കൂടിയായതോടെ പ്ലാസ്റ്റിക് കുപ്പികളും ഡിസ്പോസിബിൾ ഗ്ലാസ് പ്ലേറ്റ് അടക്കമുള്ള മാലിന്യങ്ങളും റോഡിന്റെ വശങ്ങളിൽ കുമിഞ്ഞുകൂടിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകളിലും ചാക്കിലും കെട്ടി വ്യാപാര സ്ഥാപനങ്ങളിലെയും വീടുകളിലെയും മാലിന്യം വൻതോതിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ജൈവ അജൈവ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് എന്നുവേണ്ട വീട്ടിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ വരെയാണ് വനമേഖലയിൽ നിക്ഷേപിച്ചിരിക്കുന്നത്. വലിയ തോതിൽ മാലിന്യ നിക്ഷേപം കുമിഞ്ഞുകൂടിയതോടെ കാട്ടുപന്നി അടക്കമുള്ള വന്യമൃഗങ്ങളുടെ വിഹരകേന്ദ്രമായി ഇവിടം മാറുന്നുണ്ട്. രാത്രികാലങ്ങളിൽ കാട്ടുപന്നി ശല്യം ഈ മേഖലയിൽ രൂക്ഷമാണ്. ഇത് യാത്രക്കാരുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുന്നുണ്ട്. മുണ്ടക്കയം കോഴത്തോട് റോഡിൽ വണ്ടൻപതാൽ തേക്കുംകൂപ്പിൽ വ്യാപകമായി മാലിന്യം വലിച്ചെറിയുന്നത് മൂലം പ്രദേശമാകെ ദുർഗന്ധപൂരിതമായ അവസ്ഥയിലാണ്. യാത്രക്കാർ പലപ്പോഴും മൂക്കുപൊത്തി ഇതുവഴി കടന്നു പോകേണ്ട അവസ്ഥയിലാണ്. അടിയന്തരമായി മേഖലയിൽ വലിയ തോതിൽ മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്തുവാൻ കർശനമായ നടപടികൾ സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫെസ്റ്റു ന്യൂസ്, മുണ്ടക്കയം.